ഇന്നൊരു നോർമൽ ഡേ പോലെയായിരുന്നു. ഞാൻ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് കുറേ നോട്ടിഫിക്കേഷൻ വന്നു. ആൻഡ് ആ നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. യെസ്, കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഹെഡ് കോച്ചായ ഇവാൻ വുക്കമനോവിച്ചിനെ സാക്ക് ചെയ്തു. കറക്ഷൻ, കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഏറ്റവും സക്സസ്ഫുള്ളായ ഹെഡ് കോച്ചിനെ സാക്ക് ചെയ്തിരിക്കുന്നു. 17 ജൂൺ 2021 തുടങ്ങിയ ഇവാൻ എറ 26 ഏപ്രിൽ 2024 ആയപ്പോഴേക്കും ഓവറായി. ഖലാസ്. നൗ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇവാനും ബ്ലാസ്റ്റേഴ്സും ഒരു മ്യൂച്വൽ കൺസെൻറ്റിൽ സെപ്പറേറ്റഡ് ആയെന്നാണ്. മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ മീനിങ് സാക്ക് ചെയ്തു എന്ന് തന്നെയാണ്. ഫാൻസിൻ്റെയും പ്ലെയേഴ്സിൻ്റെയും ഇടയിൽ പോപ്പുലറായ ഒരു മാനേജറിനെ സാക്ക് ചെയ്തു എന്ന് ക്ലബിന് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ക്ലബ്ബ് യൂസ് ചെയ്യുന്ന വേർഡ്സാണ് മ്യൂച്വൽ കൺസെൻറ്റ്. ജോസെ മൊറീനിയോ ചെൽസി മ്യൂച്വൽ കൺസെൻറ്റോടെ ഡിപ്പാർട്ട് ചെയ്തിരിക്കുന്നു. ആഹാ. നൗ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഡീഷ ആയിട്ടുള്ള മാച്ച് കണ്ടിട്ട് ഇവാനെ സാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ള റൂമേഴ്സ് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും പുള്ളിനെ ജെനുവിൻലി സാക്ക് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്തില്ല. നൗ ഇവാൻ്റെ ബ്ലാസ്റ്റേഴ്സിലുള്ള ഇമ്പാക്റ്റ് നോക്കുവാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് മാനേജർ പുള്ളി തന്നെയാണ്, അതിലൊരു ഡൗട്ട് പോലും ഇല്ല. പുള്ളി എത്ര റെക്കോർഡ്സാണ് ബ്രേക്ക് ചെയ്തത്? മോസ്റ്റ് കൺസിക്യൂട്ടീവ് വിൻസ്, മോസ്റ്റ് ഗോൾ സ്കോർഡ്, മോസ്റ്റ് പ്ലേ ഓഫ് അപ്പിയറൻസ്, പിന്നെ ഹയസ്റ്റ് ഗോൾ ഡിഫറൻസ് എല്ലാം ഇവാൻ്റെ പേരിലായിരിക്കും. പക്ഷേ ആ ട്രോഫി, ആ ISL ട്രോഫി മാത്രം കിട്ടിയില്ല. ലക്ക് എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടായിരുന്നില്ല. ഇനി ക്ലബിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കാർലോസ് കിൻകിസിന് ഇവാൻ്റെ സാക്കിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഇവാൻസ് ഇൻഫ്ലുവൻസ് ഓൺ ദ ടീം ഡെവലപ്മെൻറ്റ് ഓവർ ദ പാസ്റ്റ് 3 years ഹാസ് ബീൻ ട്രൂലി ഇൻവാല്യുബിൾ. Working alongside him has been both a privilege and a pleasure. I am immensely grateful for his contributions to Kerala Blasters FC and I wish him all the best in all his future pursuits. അപ്പോൾ കാർലസ് സ്കിൻകിസ് പറഞ്ഞത് ഇവാൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് സ്കിൻകിസിനൊരു പ്രിവിലേജ് ആയിരുന്നു എന്നാണ്. ആൻഡ് ഇവാൻ ഈ ടീമിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് മെഷർ ചെയ്യാൻ പോലും പറ്റാത്ത ലെവൽസിലായിരുന്നു എന്ന്. എന്നോടൊന്ന് ചോദിക്കാമായിരുന്നില്ലേ? എന്നോട് ഒന്ന് ചോദിക്കാമായിരുന്നു. നൗ എല്ലാ ക്ലബ്ബും എല്ലാ മാനേജറിനെ സാക്കുമ്പോൾ പറയുന്ന സെയിം പല്ലവിയാണിത്. വി വിഷ് ഹിം ഓൾ ദ ബെസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഹീ ഹാസ് ഡൺ മെനി ഗ്രേറ്റ് തിങ് ഫോർ അസ് ആൻഡ് വി വിൽ ട്രൂലി മിസ് ഹിം. ഇങ്ങനത്തെ യൂഷ്വൽ ക്ലീഷേ ഡയലോഗ് അല്ലാണ്ട് എന്താണ് പുള്ളിനെ സാക്ക് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് ഇതുവരെ ക്ലബ്ബ് വ്യക്തമാക്കിയിട്ടില്ല. ക്ലബിൻ്റെ ഡയറക്ടറായ നിഖിൽ ഭരദ്വാജിന് ഇവാൻ്റെ സാക്കിങ്ങിനെ കുറിച്ച് എന്തായിരിക്കും പറയാനുള്ളത്? ദിസ് ഹാസ് ബീൻ എ ഡിഫിക്കൽട്ട് ഡിസിഷൻ ഫോർ അസ്. I had a trusting, open and friendly relationship with Ivan from day one. While the change is difficult, we feel it is the right time to make the next step. I am grateful for Ivan for what he has done for KBFC, the stability he brought and the wonderful foundation he has set for the club's future. He is and always remain a dear friend and an integral member of the Blasters family. I wish him all the best in his future endeavors. സ്കിൻകിസ് പറഞ്ഞ പോലെ തന്നെ യൂഷ്വൽ ക്ലീഷേ ഡയലോഗ്സ്. ഇവാൻ പുള്ളിയുടെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. ഇവാനായിട്ട് പുള്ളിക്ക് വർക്കിംഗ് റിലേഷൻഷിപ്പ് അല്ല, അതിനേക്കാട്ടും ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷൻസ് ആയിരുന്നു. ഇവാൻ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കുറേ ഫൗണ്ടേഷൻസ് ലേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു കറക്റ്റ് മൂവാന്ന് പുള്ളി വിശ്വസിക്കുന്നു എന്നൊക്കെ. ഇത് കറക്റ്റ് മൂവാണോ അല്ലയോ എന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പം പറയാറായിട്ടില്ല. കാരണം ഇൻ കേസ് ബ്ലാസ്റ്റേഴ്സ് അടുത്ത് ഹയർ ചെയ്യണ മാനേജർ അടുത്ത വർഷം ട്രോഫി ജയിച്ചു എന്ന് വെച്ചോ, അടുത്ത വർഷം ISL ചാമ്പ്യൻസ് ആയെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ക്ലബിൻ്റെ ഈ ഡിസിഷൻ 100% കറക്റ്റ് ആയിരിക്കും. പക്ഷേ ക്ലബ്ബ് ഹയർ ചെയ്യാൻ അടുത്ത മാനേജർ ഇവാനെക്കാട്ടും മോശമായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ